നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. പള്ളുരുത്തി സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ ഹൗസ് ലെവൽ ഗെയിംസ് ശ്രദ്ധേയമായി. പള്ളുരുത്തി സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ നടന്ന ഹൗസ് ലെവൽ ഗെയിംസ് ശ്രദ്ധേയമായി. ഓരോ കുട്ടിയിലും അഗ്നിപതിച്ചിരുന്ന മത്സരം, ഒറ്റക്കെട്ട്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നിവയുടെ അതുല്യ ദൃശ്യമാണ് പ്രകടമാക്കിയത്. പെൺകുട്ടികൾക്കായി ഹാൻഡ്ബോൾ മത്സരം ഏറെ ആവശ്യത്തോടെ നടന്നു. ഓരോ ടീമിന്റെയും മിടുക്കി കളിക്കാർ അതിന്റെ പരമാവധി കഴിവ് പുലർത്തി കളിക്കളത്തിൽ തിളങ്ങി. അതിനൊപ്പം ആൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരം കാണികളെയും സഹപാഠികളെയും ആവേശഭരിതരാക്കി മാറ്റി. ഓരോ ഗോൾ, ഓരോ പന്ത് കിക്ക് ചെയ്യുമ്പോഴും ഗ്രൗണ്ടിൽ ആവേശം കുത്തനെ ഉയർന്നു. മത്സരങ്ങളുടെ ആയോജനം മുതൽ ന്യായ നിർണയം വരെയും കുട്ടികളുടേതായ നേതൃത്വം കൊണ്ട് തന്നെ നടത്തിയത് ശ്രദ്ധേയമായി. നമ്മളിവിടെ സ്റ്റുഡൻസിൻ്റെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനാണ്. ഇന്റർ സ്കൂളല്ല, ഇന്റർ ഹൗസ് കോമ്പറ്റീഷനാണ് നോക്കും. ഇന്റർ ഹൗസ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ 4 ഹൗസസ് ഉണ്ട്. റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ്, ബ്ലൂ ഹൗസ്, യെല്ലോ ഹൗസ്. സ്റ്റുഡൻസ് തന്നെയാണ് ഓർഗനൈസ് ചെയ്തത്. സ്റ്റുഡൻസ് തന്നെ ഗ്രൗണ്ട് ലെവൽ ചെയ്തും ഗ്രൗണ്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ പോസ്റ്റർ ഇടുകയും ഗെയിംസ് അവർ ബൈ ഹാർട്ട് ചെയ്ത് അവർ തന്നെ അത് മനസ്സിലാക്കുകയും അതിൻ്റെ റൂൾസൊക്കെ ദേ അണ്ടർസ്റ്റുഡ് ദ റൂൾസ് ആൻഡ് ദേ ഫൗണ്ട് ദ റൂൾസ്. അപ്പോൾ വി ജസ്റ്റ് ഓർഗനൈസ് ദ സ്റ്റുഡൻസ്. ദ ഗെയിം ഈസ് ഓൾസോ കൺട്രോൾ ബൈ സ്റ്റുഡൻസ്. ചിയറിങ് കൺട്രോൾ ചെയ്ത സ്റ്റുഡൻസ് ആണ്, റെഫറിങ് ചെയ്ത സ്റ്റുഡൻസ് ആണ്. ദർ വാസ് സിമ്പിൾ നോ കോറൽസ്. സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റി, സ്പോർട്ടിങ് എബിലിറ്റി, ലീഡർഷിപ്പ് എബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ദേ ബീൻ പ്രിപ്പയറിങ് ഫോർ മോർ ദാൻ എ 2 weeks ഫോർ ദിസ്. അത് സോഷ്യൽ മീഡിയയിൽ കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ടീം റെഡിയാക്കുകയും ഓരോ ഹൗസസിനെയും ഓരോ പ്ലേയേഴ്സിനെയും പ്രിപ്പയർ ചെയ്യുകയും. ഇപ്പോൾ ഗേൾസ് ഹാസ് പുട്ട് ഹ്യൂജ് എഫേർട്ട്, ടീച്ചേഴ്സ് ഹാസ് പുട്ട് ഹ്യൂജ് എഫേർട്ട്, സിസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഹാസ് പുട്ട് ഹ്യൂജ് എഫേർട്ട്. രാവിലത്തെ കാലാവസ്ഥ മോശമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല വൈകുന്നേരം നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ കുട്ടികൾ അതിന് തയ്യാറാവുകയും അത് മനസ്സിലാക്കുകയും കളിയുടെ റൂളുകളും അതിൻ്റെ ഈ ഗെയിം ആക്ച്വലി ആകുമ്പോൾ അവർക്ക് പുതിയതാണ്. ഈ വർഷമാണ് അവർ പഠിച്ചത്. കുട്ടികൾ തന്നെ റഫറിയായി, കോർഡിനേറ്ററായി, സംഘാടകരായി മാറി. കളികളെ വിജയകരമായി നടത്തിയത് എല്ലാവർക്കും പ്രചോദനമായി. ചിയറിംഗ്, സപ്പോർട്ടിംഗ്, മോട്ടിവേഷൻ തുടങ്ങി എല്ലാം കുട്ടികൾ തന്നെ മനോഹരമായി കൈകാര്യം ചെയ്തു. ഗ്രൗണ്ടിന്റെ എല്ലാ വശങ്ങളിലും മനോഹരമായ ടീം സ്പിരിറ്റ് കാണാൻ കഴിയുമായിരുന്നു. ഹൗസ് ഗെയിമുകൾ ഉറപ്പായും ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മയായി പതിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.